വിശ്വാസികളുടെ തട്ട് എങ്ങനെ നിൽക്കുന്നു എന്നതല്ല ഒരു സഭയുടെ ആരാധനാക്രമത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘടകം. പണ്ട് മുതലേ നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം അനുസരിച്ച് കത്തോലിക്ക സഭയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് മാർപ്പാപ്പയാണ്. ആ ഒരു രീതിയാണ് ഇവിടെ ഫോളോ വന്നിട്ടുള്ളത്. വത്തിക്കാനും സിറോ മലബാർ സഭയുടെ ഈ നേതൃത്വമൊക്കെ ചില കാര്യങ്ങളിൽ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപടികൾ എടുക്കുന്നതിലും പൂർത്തിയാക്കുന്നതിലും ഒക്കെ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇവരൊക്കെ വിശ്വാസികളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. ഇന്നൊരു കാര്യം മാർപ്പാപ്പയെ അറിയിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു 2-3 മിനിറ്റിനകത്ത് ആ സെക്കൻഡിൽ മാർപ്പാപ്പയെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ MTNS എന്ന് പറയുന്ന ഓർഗനൈസേഷന് സാധിച്ചിരുന്നു. എനിക്കിപ്പോഴും പറയാനുള്ളത് എറണാകുളത്തെ വിശ്വാസികളോട്, നമ്മുടെ വീഡിയോ എത്ര പേര് കേൾക്കും അല്ലെങ്കിൽ ആര് കേട്ടാലും ഇനി ഒരാളെ കേട്ടുകൊള്ളുമെങ്കിലും ആ ഒരാളെങ്കിലും മനസ്സിലാക്കണം, വത്തിക്കാനെയും റോമിനെയും മാർപ്പാപ്പയെയും ഒന്നും വിശ്വസിച്ച് നാളെ ഇതിന് തീരുമാനം അല്ലെങ്കിൽ ഇന്ന് ഇതിന് തീരുമാനം ഉണ്ടാകും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതിൽ വലിയ പ്രതീക്ഷയൊന്നും വച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ധനവാൻ എന്നും ധനവാൻ തന്നെയാണ്, ലാസർ എന്നും ലാസർ തന്നെയാണ്. നമസ്കാരം. ഈ സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് അങ്കമാലി എറണാകുളം രൂപതയിൽ നിലനിൽക്കുന്ന കുർബാന തർക്കങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് പലവട്ടം. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ തന്നെ ഒരു 8-10 പ്രാവശ്യത്തോളം സംസാരിച്ചു പോയ വിഷയമാണിത്. ഇപ്പോൾ ഇന്നലെ ജൂലൈ 3 ഇപ്പം സീറോ മലബാർ സഭയെ സംബന്ധിച്ച് സഭാദിനം, സെന്റ് തോമസ് ഡേ എന്നൊക്കെ പറയാം. പക്ഷേ ഈ ഒരു നല്ല ദിവസത്തിലും അവിടെ പ്രശ്നങ്ങളായിരുന്നു. പ്രത്യേകിച്ച് സഭാസ്ഥാനത്ത് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നു. ഇത്രയും നല്ലൊരു ദിവസവും സഭ ആസ്ഥാനത്തേക്ക് വരെ പ്രതിഷേധങ്ങൾ നടക്കുന്നൊരു അവസ്ഥയാണ് ഈ വിഷയത്തിലുള്ളത്. ഇത്രയായിട്ട് നമുക്കറിയാം, ഒരു 2 വർഷം മുന്നേ ഒരു ജൂലൈ 3 ഒരു സർക്കുലർ അതിൻ്റെ ഒരു കട്ട് ഓഫ് ഡേ പോലെ ഇറങ്ങിയിട്ടുള്ളത്, അത് വത്തിക്കാനിന്ന്. പക്ഷേ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് നമ്മളിത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പ്രതിഷേധങ്ങൾ സംഭവിച്ചിട്ടും സഭ ആസ്ഥാനത്തേക്ക് വരെ പ്രതിഷേധങ്ങൾ ഇരമ്പിയിട്ടും വത്തിക്കാനിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറോ പിന്നെ ഒന്നും അങ്ങോട്ട് ഇറങ്ങിയതായിട്ട് നമ്മുടെ അറിവിലില്ല. അപ്പം ഇപ്പോൾ വത്തിക്കാൻ പോലും ഈ രൂപതയിലെ വിമത വൈദികർക്ക് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയാണോ, അതോ ഇനിയിപ്പോൾ ഇതിൽ ആരൊക്കെ രാജിവെച്ചാലോ മാറി നിന്നാലാണോ ഈ വിഷയത്തിനൊരു പരിഹാരമാവുക? ഒറ്റ വാക്കി പറഞ്ഞാൽ, പണ്ട് കാരണവന്മാർ പറഞ്ഞൊരു പഴഞ്ചൊല്ല്, നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ഒരു ആല് കിളുത്താൽ അതും അവനൊരു തണലാണ് എന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞ പല പഴഞ്ചൊല്ലുകൾക്കും ഇന്ന് പ്രസക്തി ഉണ്ട് എന്നുള്ളത് കാലാതീതമായിട്ട് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൻ്റെ പടിയിൽ പോലും ഒരു സമരം, ആ കുടുംബത്തിൻ്റെ അപ്പൻ രാജിവെക്കണമെന്ന് മക്കൾ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു വിഷയത്തെ എത്തിച്ചത് വിശ്വാസികളല്ലല്ലോ. ഈ ഒരു വിഷയത്തിനകത്ത് വിശ്വാസികൾക്ക് എന്തെങ്കിലും റോളുണ്ടോ? വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വിഷയത്തെ നിരീക്ഷിച്ചാൽ എന്താ ഇതിനകത്തൊരു വിശ്വാസികളുടെ പ്രസക്തി എന്താ ഉള്ളത്? വിശ്വാസികളുടെ ആവശ്യം എപ്പോഴും ക്ലിയറാണ്. സഭ തീരുമാനിച്ച ആരാധന അവർക്ക് ലഭിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ദാറ്റ് ഈസ് ദ റൈറ്റ്. അല്ല, വിശ്വാസികളുടെ 2 പക്ഷം അതിലേക്ക് എത്തിച്ചു തരാണെന്നുള്ള ആലോചിക്കണം. ഇപ്പോൾ ഒരു വിശ്വാസി, അൾട്ടിമേറ്റ് ഒരു ലേമാൻ വിശ്വാസി എന്ന് പറയുമ്പോൾ വിശ്വാസിക്ക് ഒരു റൈറ്റേ ഉള്ളൂ, അവന് സഭ തീരുമാനിച്ചത് തരണം. അവൻ ആരെങ്കിലും തീരുമാനിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും കുറേ അധികം നാൾ കാണിച്ച തോന്നിവാസം അവൻ അനുവദിച്ച് കിട്ടണം എന്ന് പറയുന്ന വിശ്വാസിയുടെ നിലപാടിനോട് ഒരു സഭ എത്തിച്ചേരുന്ന ഗതികേടിലേക്ക് ഒരു സഭ എത്തിപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു സഭയുടെ ആത്മീയ ശോഷണം എത്രമാത്രം ഗുരുതരമാണ്, വലുതാണ്, ആ തകർച്ചയുടെ ആഘാതം എത്രമാത്രം ഇനി വരാൻ പോകുന്ന നാളുകളിൽ വലുതായിരിക്കുമെന്ന് തിരിച്ചറിയേണ്ടത് അവർ കൂടിയാണ്. അപ്പോൾ ആ തിരിച്ചറിവ് സഭയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ സീറോ മലബാർ സഭയെ ആ മാർത്തോമ നസ്രാണി എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക ബോധം ഉള്ള വിശ്വാസികളാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ സഭാദിനത്തിൽ പോലും അവരുടെ ഈ പടിയുടെ താഴെയിലേക്ക് എത്തിക്കുന്നത്. ഇത് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൻ്റെ താഴെ ഈ പ്രതിഷേധം ഉണ്ടാകുന്നത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമില്ല. ഒരു 4-5 പ്രാവശ്യമായിട്ട് MTNS തന്നെ ഒരു 3-4 വട്ടം ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂടാതെ പല ആൾക്കാരും അവിടെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും ആ സഭയുടെ തലവനും അവിടെയുള്ള സിനഡ് പിതാക്കന്മാർക്കും അവർക്കൊരു നാണമില്ലെങ്കിൽ, അതാ ഞാൻ ആദ്യം പഴഞ്ചൊല്ല് പറഞ്ഞു, നാണമില്ലാത്തവൻ്റെ ആസന്നത്തിൽ ആലുകളെത്താൽ അതവർക്കൊരു തണലാണ്. ഈ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും എറണാകുളത്തിൻ്റെ ചുമതലയുള്ള പാമ്പളാനി പിതാവും സിനഡ് പിതാക്കന്മാരും ഒക്കെ ഈ ആല് അതൊരു തണലായി കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ
ഈ വിഷയം നമുക്കിത് എവിടെ കൊണ്ട് ഇത് കൂട്ടിക്കെട്ടാൻ പറ്റും? അപ്പോൾ എറണാകുളത്തെ വിശ്വാസികൾ എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. എറണാകുളത്തെ വിശ്വാസികൾ 2 തട്ടുകളിലായിട്ടുള്ള 2-3 തട്ടുകളിലായിട്ടുള്ള ആളുകളുണ്ട്. ഒന്ന്, സഭയുടെ കുർബാന മാത്രം ഞങ്ങൾക്ക് മതി. അല്ലാത്ത കുർബാന കാണാൻ പറഞ്ഞാൽ നിങ്ങളത് പോയി കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ സൗകര്യമില്ലാത്ത വിശ്വാസികളാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. പിന്നെ അച്ഛന്മാരുടെ തോന്നിവാസം അനുസരിച്ച് അച്ഛന്മാർ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അതിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം, അതിനു വേണ്ടി കുടപിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് ഒന്നിനകത്തും ബന്ധമില്ലാത്ത, ഇവിടെ ആരെന്ത് കാണിച്ചാലും കുഴപ്പമില്ല. സഭയുടെ കുർബാനയാണെങ്കിലും കുഴപ്പമില്ല, ഇനി വിമത അച്ഛന്മാർ ചെല്ലുന്ന കുർബാനയാണെങ്കിലും കുഴപ്പമില്ല. ഇവരുടെ നേതാവായ ഒരു ബട്ടോളിയച്ചൻ പറഞ്ഞു, ഞങ്ങൾ ആവശ്യം വന്നാൽ ശീർഷാസനത്തിൽ ഞങ്ങൾ കുർബാന ചെല്ലും. ആ കുർബാന ചെല്ലിയാലും നമ്മുടെ ആളുകൾ പോയി കുർബാന കാണും. അങ്ങനത്തെ അവിടെ ഇവിടെയും തൊടാതെ നിൽക്കുന്ന നല്ല ശതമാനം വിശ്വാസികൾ ഇവിടെ വേറെയുണ്ട്. അപ്പോൾ വിശ്വാസികളുടെ തട്ട് എങ്ങനെ നിൽക്കുന്നു എന്നതല്ല ഒരു സഭയുടെ ആരാധനാക്രമത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘടകം. ഇത് നമ്മൾ സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പിനെയോ അല്ലെങ്കിൽ പാമ്പളാനി പിതാവിനെയോ സിനഡ് പിതാക്കന്മാരെയോ വിശ്വാസികൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അതാണ് അതിൻ്റെ ശരി. അതല്ല. അപ്പോൾ ഇന്നലെ സഭാദിനത്തിലുണ്ടായ ഒരു കാര്യം, അപ്പോൾ ഒരു സഭാദിനം ആഘോഷിക്കുന്ന ഇന്നലത്തെ ഒരു ഡേറ്റിന് വളരെ റെലവൻസ് ഉണ്ട്. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ തയ്യാറാക്കി, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച അതേ വിഷയം തന്നെ, ആ സർക്കുലർ പുറത്തുവിട്ടതിന് പ്രകാരം 2 വർഷങ്ങൾക്ക് മുമ്പ് ജൂലൈ 3-ാം തീയതി മുതൽ അന്ന് ആ 3-ന് ശേഷം സഭയിലെ ഈ കുർബാന, സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കാത്ത സകല ആളുകളും പുറത്താണ്. അവർ ചെയ്യുന്ന വിവാഹങ്ങൾ അസാധുവാണ്, കൂതാശകൾ അസാധുവാണ്, അവരിൽ നിന്ന് വിശ്വാസികൾ മാറി നിൽക്കണം എന്നൊക്കെ മാർപ്പാപ്പയുടെയുമായിട്ട് ബന്ധപ്പെട്ടൊരു സർക്കുലറിൽ അത് വളരെ വ്യക്തമാണ്. പക്ഷേ അതിൻ്റെ നടപടികൾ എവിടെ? അപ്പോൾ ആ നടപടികൾ എടുക്കാത്തത് ആർക്കു വേണ്ടി? എന്തുകൊണ്ട് വത്തിക്കാനെ കൊണ്ട് ചെയ്യിക്കുന്നില്ല? അല്ലെങ്കിൽ ഇവിടെയുള്ള സിനഡ് പിതാക്കന്മാർ അത്തരത്തിലുള്ള നടപടികൾ, എത്രയോ സിനഡ് കഴിഞ്ഞു പോയി, ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ടാകുന്നില്ലല്ലോ. എന്നിട്ടും വിശ്വാസികൾ ഈ ഏതാണ്ട് ബിഷക്കാരെ പോലെ ഈ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി ആ പടിയിലും ഈ പടിയിലും നിരന്ന് വിശ്വാസികളെ എത്തിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അതുമാത്രമല്ല, ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അച്ഛന്മാർക്ക് മറ്റെന്തെങ്കിലും കുറവുണ്ടോ? ഇവർക്ക് കുടപിടിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്, അവർക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ? ഇപ്പം ഇന്നലെ തന്നെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ അയച്ച ഡെലിഗേറ്റിനെ കുപ്പിക്കെറിഞ്ഞവരും തെറി വിളിച്ചവരും ഇവിടെയുള്ള പല പിതാക്കന്മാരെ കയ്യേറ്റം ചെയ്ത ആളുകളുടെ നേതാവിനെ വരെ വിളിച്ച് ഇന്നലെ കാക്കനാട് സെൻറ് തോമസ് മൗണ്ടിൽ അവിടെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട രീതിയിലേക്ക് അവരെത്തി. ഞാൻ മനസ്സിലാക്കിയത് അവിടെ പല അച്ഛന്മാരും അവിടെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതിനൊന്നും ഇവർക്ക് യാതൊരു എളുപ്പമില്ല. അപ്പോൾ എത്രമാത്രം വലിയൊരു ആത്മീയ ശോഷണത്തിലേക്കും തകർച്ചയിലേക്കുമാണ് നമ്മുടെ സഭ എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നന്നായിരിക്കും. പിന്നെ അതിനേക്കാൾ ഗുരുതരമായ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു അവസ്ഥ, എറണാകുളത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ എറണാകുളത്തെ വിഷയത്തെ മനസ്സിലാക്കുന്ന പല വിശ്വാസികൾക്ക് അവരുടെ ഒരു നരേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് മാർപ്പാപ്പ ചെല്ലുന്ന കുർബാന, മാർപ്പാപ്പ ഒരു വത്തിക്കാൻ, ഒരു ലാറ്റിൻ റൈറ്റാണ്, അദ്ദേഹം അവിടെ ചെല്ലുന്ന കുർബാന ലാറ്റിൻ റൈറ്റിലുള്ള കുർബാനയാണ് എന്നുള്ളത് ഇവിടെ ഒരുവിധം വിവരമുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഇതറിയാൻ പാടില്ലാത്തവരും അല്ല എറണാകുളത്തെ വൈദികരും, എറണാകുളത്ത് ഈ അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന സംഘടന ഇതറിയാൻ പാടില്ലാത്തവരുമല്ല. പക്ഷേ അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ മറയാക്കുന്നത് എപ്പോഴും ഞങ്ങൾ കാണുന്ന കുർബാന മാർപ്പാപ്പ ലാറ്റിൻ കുർബാന എപ്പോഴും ആളുകളെ ഫേസ് ചെയ്തുള്ള കുർബാനയാണ്. അപ്പോൾ ആ കുർബാനയാണ് ഇപ്പോഴത്തെ എറണാകുളത്തെ അച്ഛന്മാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ ചുരുക്കം പള്ളികളിൽ മാത്രമേ ഈ സഭയുടെ കുർബാന അർപ്പിക്കുന്നുള്ളൂ, 10-ൽ താഴെ പള്ളികളിൽ. എന്തുകൊണ്ട് ഇതിനെ ഒരു തിരുത്തൽ കൊണ്ടുവരാൻ സീറോ മലബാർ സഭയുടെ നേതൃത്വം, ഈ പറയുന്ന തട്ടിൽ പിതാവോ പാമ്പളാനി പിതാവോ ശ്രമിക്കുന്നില്ല? അപ്പോൾ ഇവർ വിചാരിച്ചാൽ കത്തോലിക്ക സഭകളിലെ 24 സഭകളിൽ 2ാമത്തെ വ്യക്തിഗത സഭയാണ് സീറോ മലബാർ സഭ. അപ്പോൾ ഇത്രയും ശക്തമായൊരു രൂപതകളുടെ എണ്ണത്തിലും വിശ്വാസികളുടെ എണ്ണത്തിലും അതിശക്തമായിട്ടുള്ളൊരു അനുപാതമുള്ള ഒരു സഭയ്ക്ക് ഒരു മാർപ്പാപ്പയെ കൊണ്ടോ ഒരു പൗരസ്ത്യ തിരുസംഘത്തെ കൊണ്ടോ വിശ്വാസികൾക്ക് ഒരു ആധികാരികമായിട്ടുള്ളൊരു പ്രബോധനം എന്തുകൊണ്ട് ഇറക്കാൻ സാധിക്കുന്നില്ല? അപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ, നിങ്ങൾ കാണേണ്ട കുർബാന ഞാൻ ചെല്ലുന്ന കുർബാനയല്ല. അത് ചെയ്യിക്കാൻ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതാണല്ലോ ഇവിടെ വ്യാപകമായിട്ട് ഈ വിശ്വാസികളിൽ പരസ്പരം ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുത. ഒന്നാമത്തെ ഒരു വസ്തുത ഏതാണ്? ഞങ്ങൾക്ക് മാർപ്പാപ്പ പറയുന്നത്, പണ്ട് മുതലേ നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം അനുസരിച്ച് കത്തോലിക്ക സഭയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് മാർപ്പാപ്പയാണ്.
ആ ഒരു രീതിയാണ് ഇവിടെ ഫോളോ വന്നിട്ടുള്ളത്. ഓരോരോ വ്യക്തിഗത സഭകൾക്ക് അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള പൈതൃകവും പാരമ്പര്യവും എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ സീറോ മലബാർ സഭ, ഇപ്പോൾ കത്തോലിക്ക സഭയുടെ 24 സഭകളിൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യം അവകാശപ്പെടാനുള്ള സഭ ഏതാ? സീറോ മലബാർ സഭയാണ്. ആ സുറിയാനി പാരമ്പര്യം ഉള്ള ഒരു സഭ. അതിനൊക്കെ ശേഷമാണ് ഈ പറയുന്ന ലാറ്റിൻ റൈറ്റ് കൊണ്ട് 4-ാം നൂറ്റാണ്ടിലാണ്. AD 52 തോമാസ് ലീഹ ഇവിടെ കാലുകുത്തിയ ആ സമയം മുതൽ ഇവിടെ സീറോ മലബാർ സഭ അതിൻ്റെ അടിവേരുകൾ ഇവിടെ വ്യാപകമാണ്. അപ്പോൾ ഇത്രയും അടിസ്ഥാനപരമായിട്ട് പൈതൃകം അവകാശപ്പെടാനുള്ള ഒരു സഭയ്ക്ക് ആ സഭയുടെ കുർബാന അത് ലാറ്റിൻ റൈറ്റ് അല്ല. ഞാൻ എന്തുകൊണ്ട് ഈ ലാറ്റിൻ റൈറ്റിൽ ഈ കുർബാന ചെല്ലുന്നു? സീറോ മലബാർ സഭ ഉള്ളവർ എന്തുകൊണ്ട് ലാറ്റിൻ റൈറ്റിലെ ആ ജനാഭിമുഖ കുർബാന നിങ്ങൾ സിസ്റ്റം ഫോളോ ചെയ്യരുത് എന്ന് കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തുകൊണ്ട് വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കിൽ ഇപ്പോഴേ ഇതേ പറയാനുള്ളൂ. വത്തിക്കാനും സീറോ മലബാർ സഭയുടെ ഈ നേതൃത്വമൊക്കെ ചില കാര്യങ്ങളിൽ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപടികൾ എടുക്കുന്നതിലും പൂർത്തിയാക്കുന്നതിലും ഒക്കെ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇവരൊക്കെ വിശ്വാസികളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ആരോ പറഞ്ഞു കേട്ടു, മാർപ്പാപ്പയെ കത്തുകൾ എഴുതി കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി ഇവിടെ എറണാകുളത്ത് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാകുമെന്നൊക്കെ. അതൊക്കെ ഞാൻ പറയും അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷകളാണ്. മാർപ്പാപ്പ 2 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായിട്ട് ഈ ചില കാര്യങ്ങൾക്ക് നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ 100% എൻ്റെ വ്യക്തത എനിക്കുണ്ട്. കാരണം MTNS എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ റോമിനെ വ്യക്തമായിട്ട് പൗരസ്ത്യ തിരുസംഘത്തെയും മാർപ്പാപ്പയെയും ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും കൃത്യമായിട്ട് ഈ വൈദികരുടെയും സിനഡ് പിതാക്കന്മാരുടെയും ഒക്കെ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയത് കൊണ്ട് തന്നെയാണ് അന്ന് മാർപ്പാപ്പ ഒരു വീഡിയോ സന്ദേശത്തിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയും സർക്കുലർ ഇറക്കുകയും ചെയ്തു. 100% നമുക്കറിയാം. കാരണം മാർപ്പാപ്പയുമായിട്ട് ഏറ്റവും അടുത്തുമായിട്ട് ബന്ധമുണ്ടായിരുന്ന 2-3 സെക്രട്ടറിമാരുമായിട്ട് MTNS-ന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇന്നൊരു കാര്യം മാർപ്പാപ്പയെ അറിയിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു 2-3 മിനിറ്റിനകത്ത് ആ സെക്കൻഡിൽ മാർപ്പാപ്പയെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ MTNS എന്ന് പറയുന്ന ഓർഗനൈസേഷന് സാധിച്ചിരുന്നു. അത്രയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് മാർപ്പാപ്പയുടെ വീഡിയോ പുറത്തിറങ്ങിയതും ഈ ജൂൺ 9 ഇനി ഇത്രയും നാൾ നമ്മൾ പറഞ്ഞിട്ടില്ല. ജൂൺ 9 സർക്കുലർ പുറത്തിറങ്ങിയതിൽ 100% MTNS-ൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരു സംഭവത്തിനകത്ത് ഈ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ഇവിടുത്തെ കുറേ സിനഡ് പിതാക്കന്മാരൊക്കെ ഇടപെട്ട് അതിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്നത്തെ നടപടി പ്രകാരം എറണാകുളത്തെ ഒട്ടുമിക്ക വൈദികരും എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ആ നടപടികൾ എവിടെ? അപ്പോൾ അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഈ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിപ്പിതാവും പാമ്പളാനി പിതാവും ഈ വിഷയം ഇവർക്ക് തീർക്കാൻ താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൊണ്ടുവരുവാൻ 100% മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് താല്പര്യമില്ല, പാമ്പളാനി പിതാവിനും താല്പര്യമില്ല, സിനഡ് ബിഷപ്പ്മാർക്കും താല്പര്യമില്ല. അതുകൊണ്ട് എനിക്കിപ്പോഴും പറയാനുള്ളത് എറണാകുളത്തെ വിശ്വാസികളുണ്ട്. നമ്മുടെ വീഡിയോ എത്ര പേര് കേൾക്കും അല്ലെങ്കിൽ ആര് കേട്ടാലും ഇനി ഒരാളെ കേട്ടുകൊള്ളുമെങ്കിലും ആ ഒരാളെങ്കിലും മനസ്സിലാക്കണം, വത്തിക്കാനെയും റോമിനെയും മാർപ്പാപ്പയെയും ഒന്നും വിശ്വസിച്ച് നാളെ ഇതിന് തീരുമാനം അല്ലെങ്കിൽ ഇന്ന് ഇതിന് തീരുമാനം ഉണ്ടാകും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതിൽ വലിയ പ്രതീക്ഷയൊന്നും വച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിലിപ്പോൾ ആരുടെങ്കിലും ഒരു രാജി കൊണ്ടോ മാറി നിൽക്കുന്നതുകൊണ്ടോ ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാവുമോ? അല്ല, തീർച്ചയായിട്ടും. ഇത് എന്തുകൊണ്ട് ഇന്നലത്തെ നമ്മളുടെ പ്രതിഷേധ സമ്മേളനത്തിൽ അവിടെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും രാജിവെക്കണം. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട 2 പേരാണ് ഇവർ. ആ തീരുമാനം എടുക്കേണ്ട 2 പേർ എറണാകുളത്തെ മുഴുവൻ വൈദികരെയും ഇവിടുത്തെ ഈ ഗുണ്ടാ പ്രവർത്തനം നടത്തിയ അൽമായരെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽമായർ വരെ സഭയ്ക്ക് പുറത്തു പോകേണ്ട അൽമായരാണ് ഇന്ന് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയൊക്കെ ആയിട്ടിരിക്കുകയും ഇന്നലെ മൗണ്ടിൽ അവരെ വിളിച്ച് ഈ സഭാദിനത്തിൽ വലിയ വലിയ പരിപാടികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവരെ വീണ്ടും സംരക്ഷിക്കുന്ന ഈ പറയുന്ന ആൾക്കാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് മാർ ആലഞ്ചേരി പിതാവിനെ മാറ്റി നിർത്തി. അദ്ദേഹത്തിൻ്റെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മാറ്റി നിർത്തുകയുണ്ടായി.
കാര്യം അതിനു മുമ്പ് ആലഞ്ചേരി പിതാവ് രാജി ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും ഇത്തരത്തിൽ ആലഞ്ചേരി പിതാവിനെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് തട്ടിൽ പിതാവിനെയോ അല്ലെങ്കിൽ പാമ്പ്ളാനി സിനഡ് പിതാക്കന്മാരെ പലരെയും ഇന്നത്തെ ഈ പ്രശ്നം ഇത്രയും ഗുരുതരമായിട്ട് നിൽക്കുമ്പോൾ അവരെ മാറ്റി നിർത്താം? അവരെ മാറ്റി നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരൊക്കെ ഇപ്പോഴത്തെ ഈ ചില വിഷയങ്ങളിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈ ആവശ്യം ഉന്നയിച്ച് ഏതെങ്കിലും സംഘടന വത്തിക്കാനെ ഒരു കത്തോ മറ്റോ അറിയിക്കാൻ? അല്ല, നമ്മൾ നേരത്തെ ഇഷ്ടം പോലെ കത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി കത്ത് കൊടുക്കുന്ന കാര്യമില്ല. അത് ഡസ്റ്റ്ബിന്നിൽ ഇടുന്നതിന് തുല്യമാണത് കത്തുകൾ. വത്തിക്കാന് കൊടുക്കുന്ന ഒരു കത്തിനകത്തും ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം ആ കത്തുകളെ എങ്ങനെ ഇനി കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ MABയും ഇവിടുത്തെ സിനഡ് പിതാക്കന്മാരും ചേർന്നിട്ടുള്ളൊരു ഒരു സംവിധാനമാണ്. അവരൊരിക്കലും എറണാകുളത്തെ അച്ഛന്മാർക്ക് വേണ്ടി നടപടി എടുക്കില്ല. ഒരു തരത്തിലും ഒരു പ്രതീക്ഷയും ഇവിടെ വിശ്വാസികൾ വച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് എന്ന് പൊതുവിശ്വാസി സമൂഹം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് എന്തെങ്കിലും തരത്തിലുള്ളൊരു തീരുമാനം ഇന്ന് വരെ എവിടെയെങ്കിലും എടുത്തതായിട്ടുണ്ടോ? ഈ 2 വർഷമായിട്ട് അദ്ദേഹം ഒരു തീരുമാനവും പാമ്പ്ളാനി പിതാവും എടുത്തിട്ടില്ല, മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്നലത്തെ നടന്ന സമരം, ഞങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരൻ പ്രസംഗിച്ച ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്നലെ താഴെ പോയി സമരം നടത്തുമ്പോൾ സഭാദിനത്തിൽ സമരം നടത്തുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് നമ്മുടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം ഇവിടെ നടക്കുന്ന ഈ ജൂലൈ 3 ഈ ദുഃഖറാന തിരുനാൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ബൈബിളിൽ വായിച്ചിട്ടുള്ള ധനവാന്റെയും ലാസറിൻ്റെയും ഒരു ഉപമയുണ്ട്. അതാണ് ഇന്നലെ നടന്നത്. എറണാകുളത്തെ വിശ്വാസികളുടെ ദുഃഖറാന തിരുനാൾ എന്ന് പറയുന്നത് ലാസറിൻ്റെ ദുഃഖറാന തിരുനാളാണ്. മുകളിൽ നടന്നത് ധനവാന്റെ ദുഃഖറാന തിരുനാൾ. കാരണം കള്ളനെയും കള്ളന്മാരെയും കൊള്ളക്കാരെയും സഭയെ നിന്ദിച്ചവരെയും വിശുദ്ധ കുർബാന ചവിട്ടിമതിച്ചവരെയും ആഭിചാര കുർബാന ചെല്ലിയവരെയും അതിന് കുടപിടിച്ചവരെയും അതിന് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ട് കാക്കനാട് മൗണ്ടിൽ വിഭവസമർത്ഥമായ സദ്യസഹിതം അവിടെ ഒരു ദുഃഖറാന തിരുനാൾ മുകളിൽ അവരാഘോഷിക്കുന്നു. താഴെ ഈ ധനവാന്റെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പക്കഷണം എന്ന് വെച്ചാൽ അവിടെയും ഇവിടെയും ചിന്നിച്ചിതറി ചില പള്ളികളിൽ മാത്രം നടക്കുന്ന സഭയുടെ കുർബാന, അങ്ങനെയുള്ള കുറച്ച് വിശ്വാസികൾ ആ അപ്പക്കഷണവും തിന്ന് ഈ ധനവാന്റെ മേശയ്ക്ക് കീഴെ നിൽക്കുന്നത് പോലെ സീറോ മലബാർ സഭയുടെ മൗണ്ടിൻ്റെ ആസ്ഥാനത്തിൻ്റെ താഴെ പടിക്ക് അവർ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിലവിളിച്ച് അവർ ദുഃഖറാന തിരുനാൾ അവരാഘോഷിക്കുന്നു. അപ്പോൾ ബൈബിളിലെ ധനവാനും ലാസറും ഒക്കെ ഇവിടെ റിക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അല്ലാതെ എന്തൊക്കെ സംഭവിക്കാനുണ്ടോ? ധനവാൻ എന്നും ധനവാൻ തന്നെയാണ്, ലാസർ എന്നും ലാസർ തന്നെയാണ്. അതങ്ങനെ തന്നെയാണ് എന്നുള്ളത് MAB തട്ടിലും പാമ്പ്ളാനിയും സിനഡ് പിതാക്കന്മാരും ഒക്കെ വിശ്വാസികളോട് പ്രത്യക്ഷപരമായിട്ട്, പരോക്ഷമായിട്ടല്ല, പ്രത്യക്ഷപരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ, നിങ്ങൾ ഞങ്ങളുടെ അടിമകളാണ്, ഞങ്ങളുടെ ആജ്ഞാനുവർത്തികളാണ്. ഞങ്ങൾ തരുന്ന അപ്പക്കഷണം, അത് സഭയുടെ കുർബാനയാണെങ്കിലും ഞങ്ങൾ തരുന്ന അപ്പക്കഷണം നിങ്ങൾ തിന്നാൽ മതി. ഞങ്ങൾ ചിലപ്പോൾ നാളെ വിഷം കലക്കി തരും, അത് നിങ്ങൾ കഴിച്ചാൽ മതി. ഞങ്ങൾ ചിലപ്പോൾ അപ്പം തരും, അല്ല അപ്പക്കഷണങ്ങൾ തരും, ഇത് നിങ്ങൾ കഴിച്ചാൽ മതി. ഇതേ ഉള്ളൂ നിങ്ങൾ എന്ന രീതിയിലേക്ക് അത്രയും വളരെ വില കുറച്ച ചില ഒരു ഗണത്തിലേക്ക് ഇവിടുത്തെ വിശ്വാസികളെ തള്ളിയിട്ട് ചവിട്ടി മതിക്കുന്ന ഒരു വലിയ തകർച്ചയിലേക്ക് ഇവിടെ വിശ്വാസികളെ കൊണ്ട് എത്തിക്കുന്നു എന്നല്ലാതെ ഈ വിഷയത്തിലൊന്നും പറയാനില്ല. തീരുമാനമെടുക്കാനാണെങ്കിൽ ഇപ്പോഴും വത്തിക്കാനെ കൊണ്ടും എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചും എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഈ വൈദികർ സഭയ്ക്ക് പുറത്താണെന്ന് വത്തിക്കാനെ കൊണ്ടൊരു ഒഫീഷ്യൽ ഡിഗ്രി ആക്കി ഇവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല? അതൊക്കെ ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കില്ലേ? ഈ പൊതുവിശ്വാസി സമൂഹം, ഇവിടുത്തെ ആളുകൾ കുറേ കൂടി ബോധവാന്മാരാകില്ലേ? ഈ കുര്യാക്കോസ് മുണ്ടാണ് സഹിതം ഇവിടെ നേതൃത്വം നൽകുന്ന ഈ ചില വൈദികർക്ക്, അൽമായി മുന്നേറ്റത്തിൻ്റെ ചില ആളുകൾ, ഷൈജു ആന്റണി സഹിതം അൽമായി മുന്നേറ്റത്തിൻ്റെ ആളുകൾ, ഇവരെ ഇങ്ങനെയുള്ള പല ആളുകളും ഇവിടെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ഒരു ഡിഗ്രി ആക്കി ആളുകളുടെ ലിസ്റ്റ് സഹിതം എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ ഇത്തരത്തിലുള്ള ആളുകൾ ഉള്ള പള്ളികളിൽ നിങ്ങൾ പോകരുത്, ഈ കുർബാന കാണാൻ നിങ്ങൾ പോകരുത്, ഇത് അടുത്തെങ്ങും തീരുമല്ല, തീർക്കണ്ട, അടുത്തെങ്ങും തീരൂല, അതുകൊണ്ട് ഈ സംഭവങ്ങൾ, ഈ കുർബാന വാലിഡല്ല
ഇത് നിയമവിരുദ്ധ കുർബാനയാണ്, ചെയ്യരുത്, ഇനിയും എന്തുകൊണ്ട് ഇവർക്ക് ആളുകളുടെ ലിസ്റ്റ് സഹിതം പബ്ലിഷ് ചെയ്യണമെന്ന്, വൈദികരുടെയും അൽമായരുടെയും ലിസ്റ്റ് സഹിതം പബ്ലിഷ് ചെയ്ത് എന്തുകൊണ്ട് പുറത്താക്കാൻ ഈ സഭാ നേതൃത്വത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ സഭ നശിപ്പിക്കുന്നതിൻ്റെ 100% ഉത്തരവാദികൾ ഈ സിറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വവും MABയും പി പാമ്പളാനി പിതാവും ഇവരൊക്കെ തന്നെയായിരിക്കും. കാലം ഇവർക്ക് ഒരിക്കലും മാപ്പുകൂടി. ഇവർക്കൊക്കെ സുഖിച്ച് ജീവിച്ച് ഈ അരപ്പട്ടയും തൊപ്പിയൊക്കെ വെച്ച് ആളുകളുടെ മുമ്പിൽ ഈ സ്തുതിയും ഒക്കെ വാങ്ങിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ സഭ തകർന്ന് തരിപ്പണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ മാത്രമേ ഈ അവസരത്തിൽ പറ്റുന്നുള്ളൂ.